നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കടത്തിൽ അന്വേഷണം അവിടെ പുരോഗമിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും വളരെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകളാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും മണ്ഡലമാസം ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള വലിയ കൊള്ള, അതിൻ്റെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളും അതിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കടത്തിൽ ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുമായിട്ടാണ് SIT റിപ്പോർട്ട് പുറത്തു വരുന്നത്. ശ്രീകോവിലിലെ ബാക്കിയുള്ള സ്വർണം കൂടി തട്ടിയെടുക്കാൻ പ്രതികൾ പദ്ധതിയിട്ടെന്നും ഹൈക്കോടതി മുൻപാകെ വിഷയം വന്നപ്പോൾ 3 പേരും ബാംഗ്ലൂരിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേസിൽ ഉൾപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നതടക്കം പ്രതികൾ ചർച്ച ചെയ്തെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിലെയും 7 ഭാഗങ്ങളടങ്ങുന്ന കട്ടിളപ്പാളികളിലെയും ശ്രീകോവിലെയും സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളിൽ നിന്നടക്കം സ്വർണം കവരാൻ ഗൂഢാലോചന നടന്നു. കട്ടിളപ്പാളിയിൽ നിന്ന് 409 ഗ്രാം സ്വർണമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ശങ്കർ എന്ന വിദഗ്ധൻ വേർതിരിച്ചെടുത്തത്. ഇതിനുശേഷം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ കയ്യിൽ സ്വർണമെത്തി. SIT റിപ്പോർട്ടിൽ പറയുന്നതും ഈ കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് ഹൈക്കോടതിയുടെ മുമ്പിലെത്തിയത്. തട്ടിപ്പ് ബോധ്യപ്പെട്ടതിന് പിന്നാലെയാണ് കോടതിയുടെ കർശന ഇടപെടൽ ഉണ്ടായത്. ഈ സമയത്ത് കേസിലെ പ്രധാനപ്പെട്ട 3 പ്രതികളും ബാംഗ്ലൂരിൽ ഒത്തുചേർന്നെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. 2025 ഒക്ടോബർ മാസത്തിൽ കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും 10-ാം പ്രതിയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ബാംഗ്ലൂരിൽ ഒത്തുചേർന്നുവെന്നാണ് SIT കണ്ടെത്തിയത്. അതായത് ഇപ്പോൾ സംശയനിഴലിലുള്ള ഇവരെല്ലാം തന്നെ, പ്രതികളായിട്ടുള്ളവരെല്ലാം തന്നെ ബാംഗ്ലൂരിൽ ഒത്തുചേർന്നിട്ടുണ്ട്. അതെന്തിന്? അവിടെ എന്താണ് ഈ 3 പേരും നടത്തിയിട്ടുള്ള ഗൂഢാലോചന? 3 പേരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ചിട്ടാണ് SITയുടെ കണ്ടെത്തൽ. കേസിൽ പെട്ടാലുള്ള നടപടികളെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്തുവെന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ 15 പ്രതികളാണുള്ളത്. കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ 12 പ്രതികളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തി ഹൈക്കോടതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ 181 സാക്ഷികളെ ചോദ്യം ചെയ്തതായി SIT ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. രേഖകൾ മറച്ചുവെക്കാൻ ചില വ്യക്തികൾ ശ്രമിച്ചെങ്കിലും സുപ്രധാന രേഖകൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും SIT സംഘത്തിന് കഴിഞ്ഞുവെന്നും കോടതിയുടെ നിരീക്ഷണമുണ്ട്. നിർഭയമായ അന്വേഷണം മുന്നോട്ടു പോകണമെന്നും ഹൈക്കോടതി പറയുന്നുണ്ട്. സത്യസന്ധമായുള്ള ഉദ്യോഗസ്ഥരെ SIT സംഘത്തലവിനെ ഉൾപ്പെടുത്താം. പക്ഷേ ഹൈക്കോടതിയെ അക്കാര്യം ബോധ്യപ്പെടുത്തണമെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നു. മാധ്യമ വിചാരണയ്ക്കെതിരെയും ഹൈക്കോടതിയുടെ പരാമർശമുണ്ട്. അന്വേഷണ സംഘത്തിന് മേൽ മാധ്യമങ്ങൾ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് SIT വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. കേവലം സങ്കല്പങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കുപ്രചാരണങ്ങൾ നടത്തുന്നത് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ഗൗരവകരമായ ഈ അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിലല്ല നടക്കേണ്ടതെന്നും കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായും തോന്നുന്നു. അന്വേഷണ പുരോഗതി പരിഗണിക്കാതെയാണ് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നത്. ഇത് അന്വേഷണത്തെ ദുർബലപ്പെടുത്താൻ, അന്വേഷണ സംഘത്തിലുള്ള വിശ്വാസം നഷ്ടമാക്കാനും കാരണമാകുമെന്നും കോടതി പറഞ്ഞു. ഊഹാപോഹങ്ങളും മറ്റും അന്വേഷണത്തെ ദുർബലപ്പെടുത്തും. മാധ്യമ വിചാരണയുടെ കീഴിൽ കേസന്വേഷണം നടത്താനാകില്ലെന്നും കോടതി പറഞ്ഞു. ശബരിമലയിൽ മകരവിളക്കിന് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറും അറിയിച്ചു. മകരവിളക്ക് കാലത്ത് മുറികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാഫിയകളെ തടയാൻ ഇത്തവണ കർശന നടപടികൾ സ്വീകരിക്കും. ഇതിന്റെ ഭാഗമായി മുറികൾക്കായി ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ആരംഭിക്കും. തിരിച്ചറിയൽ രേഖകൾ നൽകി മാത്രമേ മുറികൾ ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ദർശന പാസുകളുടെ കാര്യത്തിലും ഇത്തവണ കർശന നിയന്ത്രണമുണ്ടാകും. പാസുകൾ കൈമാറ്റം ചെയ്യുന്നത് തടയാൻ ഫോട്ടോ പതിപ്പിച്ച പാസുകളായിരിക്കും തിരുമുറ്റത്തെ ദർശനത്തിനായി നൽകുകയെന്നും K. ജയകുമാർ വിവരിച്ചു. ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും ബോർഡ് തീരുമാനിച്ചതായി പ്രസിഡന്റ് അറിയിച്ചു.
പമ്പയെ ശബരിമലയുടെ പ്രവേശന കവാടം എന്ന നിലയിൽ കൂടുതൽ മനോഹരമാക്കും. നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡ് നേരിട്ട് ഏറ്റെടുത്ത് നടത്താനാണ് ശ്രമിക്കുന്നത്. ആദ്യഘട്ട പ്രവർത്തനങ്ങൾ 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. തിരുമുറ്റത്തെ സ്ഥലപരിമിതി പരിഹരിക്കാൻ ചില വികസന പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്നും തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുറികൾ മാറ്റുന്ന കാര്യം പരിഗണനയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാരിൽ നിന്നും ഫണ്ട് കണ്ടെത്തുന്നതിനൊപ്പം സ്പോൺസർമാരിൽ നിന്നും സുതാര്യമായ രീതിയിൽ പണം ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിക്കും. പമ്പ വികസനം മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞതായും ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് മുൻഗണനയെന്നും കെ ജയകുമാർ കൂട്ടിച്ചേർത്തു. വരും ദിവസങ്ങളിൽ മകരവിളക്ക് തീർത്ഥാടനത്തിനായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും കൂടുതൽ ശക്തമാക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ശബരിമലയിൽ മണ്ഡല സീസൺ നടക്കുന്നതിനാൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഭക്തജനങ്ങൾക്ക് അവിടെ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ പുതിയ ദേവസ്വം ബോർഡിന്റെ കീഴിൽ അവിടെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ശബരിമലയിൽ വലിയ കൊള്ള, ഇനിയും അവിടെയുള്ള സ്വർണ്ണമെല്ലാം തന്നെ അടിച്ചു മാറ്റാനുള്ള വലിയൊരു ഗൂഢാലോചന പലയിടങ്ങളിലായിട്ട് ഈ പറയുന്ന പ്രതികളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ള വളരെ നടുക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ചർച്ചയാകും. കേരളത്തിലെ ജനങ്ങളും ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ആരെങ്കിലും ഇതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിന് മുൻപിൽ തന്നെ ഒരു ശിക്ഷ അവർക്ക് ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം.